വ്യക്തിവിവരങ്ങൾ ചോർത്തും, അതുപോലെ തന്നെ ജോലി സാധ്യതകൾ ഇല്ലാതാക്കും, സ്വകാര്യത ലംഘിക്കും. അതുകൊണ്ട് കൃത്യമായൊരു ചട്ടപ്രകാരം വേണം ഇതിൻ്റെ ഉപയോഗം എന്നൊക്കെയായിരുന്നു CPMൻ്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതേ CPMൻ്റെ കേരള ഘടകം അടുത്ത തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ പുറത്ത് ഇറക്കിയിരിക്കുകയാണ്. അത് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ട്, വലിയ തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി ഇ.കെ. നായനാർ പറയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ആണ് CPM പുറത്തിറക്കിയിരിക്കുന്നത്. അതിനെ തുടർന്നുള്ള ചർച്ചകൾ തന്നെയാണ് സുലഭമായിക്കൊണ്ടിരിക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു വ്യക്തത CPMൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ലഭിക്കേണ്ടതുമുണ്ട്. ഒരു ജാഗ്രത അത്യാവശ്യമില്ലേ എന്നാണ് പരിശോധിക്കുന്നത്. നിഷാദ്, ഇത് തന്നെയാണ് അറിയേണ്ടത്. CPM എന്താണ് ഉദ്ദേശിക്കുന്നത്? അല്ല, അതിനകത്ത് രണ്ട് തലങ്ങളുണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ CPIM ഡീപ്പ് ഫേക്കുമായി ബന്ധപ്പെട്ടും AI-യുമായി ബന്ധപ്പെട്ടും മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, ഗൗരവ സ്വഭാവമുള്ളതാണ്. അത് ഡീപ്പ് ഫേക്ക് ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് നമുക്കറിയാവുന്ന പോലെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻസ് ഒഴുകി പരക്കുന്ന രാജ്യമായിട്ട് ലോകം തന്നെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഹെയ്റ്റ് ഭരണകൂടത്തിന് തന്നെ കാർമ്മികത്തിൽ ഒഴുകി പരക്കുന്ന ഒരു സ്റ്റേറ്റാണ്, ഒരു നാടാണ് ഇന്ത്യ. അവിടെ ഡീപ്പ് ഫേക്കിൻ്റെയൊക്കെ സാധ്യതകളെ പ്രയോജനപ്പെടുത്താൻ ആളുകൾ ഇറങ്ങിത്തിരിച്ചാൽ അത് പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളായിരിക്കില്ല, മറിച്ച് ദുരന്ത ഫലങ്ങളായിരിക്കും ഉണ്ടാക്കുക എന്നതിനെക്കുറിച്ച് വലിയ ആശങ്ക ഇന്ത്യയുടെ കാര്യത്തിൽ തന്നെയുണ്ട്. ലോകത്ത് തന്നെയും അത് അങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക. കൂടുതലും ഇന്ത്യയുടെ കാര്യത്തിൽ വലിയ ആശങ്ക അതിനെക്കുറിച്ചുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ വലിയ നുണകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിട്ട് പാർട്ടികളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നുണകൾക്ക് കുറച്ചുകൂടി വിശ്വാസ്യത ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോകൾ വരുന്നത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഒട്ടും ഗുണപരമായിരിക്കില്ല എന്നൊരാശങ്ക CPIM മാത്രമല്ല, രാജ്യത്തെ മറ്റു പല പ്രധാനപ്പെട്ട പാർട്ടികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തെക്കുറിച്ച് ആശങ്കയുള്ള കൺസേണുള്ള ഒരുപാട് മനുഷ്യന്മാർ പങ്കുവച്ചിട്ടുണ്ട്. CPM അത് പങ്കുവയ്ക്കുന്നുണ്ട്. AI-യെക്കുറിച്ചും നമ്മൾ ഒന്നിലധികം തവണ സംസാരിച്ചാണ്. AI-യെക്കുറിച്ചും CPMന് കൺസേൺ ഉണ്ട്. കാരണം AI വരുന്നതോടുകൂടി വലിയ തൊഴിൽ നഷ്ടമുണ്ടാവും. ആ തൊഴിൽ നഷ്ടം വലിയ സാമ്പത്തികമായ അന്തരമുണ്ടാക്കും, മനുഷ്യരെ തട്ടുകളായി തിരിക്കും. പിന്നെ അതുമാത്രമല്ല, മനുഷ്യരുടെ സാമൂഹ്യ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലാണ് AI-യുടെ അൽഗോരിതം ഇനി പ്രവർത്തിക്കാൻ പോകുക എന്ന കൺസേണൊക്കെ ഉണ്ട്. അതാണ് ഇപ്പം ഈ പാർട്ടി കോൺഗ്രസിൻ്റെ കരടിലകത്തുള്ളതും AI-യുടെ പ്രശ്നം, AI ഉണ്ടാക്കുന്ന വിപത്തിനെ കുറിച്ചുള്ള സൂചനയുണ്ട്. അപ്പോൾ ഇത് വലിയൊരു സംഗതിയാണ്. അത് ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നം എന്തായിരിക്കും. അപ്പോൾ അങ്ങനെ ആശങ്ക രേഖപ്പെടുത്തുന്ന ഒരു പാർട്ടി ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി പ്രസിദ്ധീകരിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഒറ്റ നോട്ടത്തിൽ ചോദിക്കാം. പക്ഷേ ഡീപ്പ് ഫേക്കിൻ്റെ സാധ്യതകളെ നമ്മൾ പൂർണ്ണമായും അത് അപകടം മാത്രമാണ് എന്നതിലേക്ക് എടുക്കാൻ പാടുന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോയാൽ ഡീപ്പ് ഫേക്കിൻ്റെ അത്ര മനോഹരമായ വീഡിയോകൾ കാണാൻ പറ്റും. അത് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും മരിച്ചുപോയ യുവാവ് പ്രായമായ അയാളുടെ കുട്ടിയുടെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും വന്നിട്ട്, മോനെ ചെറുപ്പത്തിൽ ഞാൻ നിന്നെ വിട്ടുപോയി, അതിൽ നിനക്ക് സങ്കടമുണ്ടോ? നിൻ്റെ ചാരത്ത് ഞങ്ങൾ എപ്പോഴും ഉണ്ട്, എപ്പോഴും കാണുന്നു, നിൻ്റെ കുഞ്ഞു കുട്ടിയുടെ കരച്ചിലൊക്കെ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട്, ഒന്നും പേടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരൻ നിന്ന് കരയാണ്. അത് ടെക്നോളജി കൊണ്ടുവരുന്ന ഒരു മഹാസൗഭാഗ്യമാണ് ഈ തലമുറയ്ക്ക് അനുഭവിക്കാൻ കഴിയും. അത് മരിച്ചുപോയ അച്ഛനും അമ്മയുടെയും ശരിക്കും പറഞ്ഞാൽ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ മാത്രമേ ഉള്ളൂ, അതിനെയാണ് ഇങ്ങനെ വീഡിയോ ആക്കി കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഭയങ്കര നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാഴ്ചയാണ്. അങ്ങനെ എത്രയോ കാഴ്ചകൾ, പഴയ വിവാഹ ഫോട്ടോകൾ പലതിനെയും വീഡിയോ രൂപത്തിലേക്ക് മാറ്റിയത്, പണ്ട് വിട്ടുപോയ മനുഷ്യരെ വീഡിയോ രൂപത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ഒപ്പം ചേർക്കുന്നത്, അങ്ങനെ രസകരമായ കാഴ്ചകളുണ്ട്. അത് പോസിറ്റീവ് സൈഡാണ്, അത് റെസ്പോൺസിബിളാണ്. ഞാൻ പറഞ്ഞു CPMൻ്റെ പേജിൽ വന്നിട്ടുള്ള E.K. നായനാർ പാർട്ടി സമ്മേളനത്തിൻ്റെ ഭാഗമാകണമെന്നും CPIMൻ്റെ സമ്മേളനത്തിന് ശക്തി പകരണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു CPIMൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലാണ്. അപ്പോൾ അത് ടെക്നോളജിയുടെ ഒരു സാധ്യതയാണ്. മരിച്ചുപോയ ഒരു മനുഷ്യനെ പുതിയൊരു പ്രചാരണത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ടെക്നോളജിയുടെ ഒരു പോസിറ്റീവായ സാധ്യതയാണ്. ആ സാധ്യതയെ ഉപയോഗിക്കുന്നത് CPIMൻ്റെ ഒഫീഷ്യൽ പേജിലാണ്. അതിനകത്ത് വരുന്ന കാര്യങ്ങൾക്ക് CPIMന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ പക്ഷേ ഇപ്പോൾ കാണുന്ന ഡീപ്പ് ഫേക്ക് വീഡിയോകളുടെ പ്രശ്നം എന്നാൽ, ഇതിന് മുമ്പ് ജ്യോതി ബസുവിൻ്റെ വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട്, AI അവതാരകനെ കൊണ്ടുവന്നിട്ടുണ്ട്, CPM തന്നെയും പശ്ചിമ ബംഗാളിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്, മറ്റ് പല പാർട്ടികളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് റെസ്പോൺസിബിൾ ആയിരിക്കണം. നമ്മളിപ്പോൾ കാണുന്ന കാര്യം എന്താണ്, നിങ്ങളുടെ ഒരു വീഡിയോ വന്നാൽ, ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ വന്നാൽ, ആ വീഡിയോ ഒന്നാമത് മോശം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല, ആളുകളെ വ്യക്തിപരമായി ആക്രമിക്കാൻ ഉപയോഗപ്പെടുത്താൻ പാടില്ല, സാമൂഹികപരമായ ഭിന്നത ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പാടില്ല, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല, ആ ഫേക്ക് തെറ്റായ സംഗതിയിൽ പ്രചരിപ്പിക്കാൻ പ്രയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയുണ്ട്. ടെക്നോളജിയെ നമുക്ക് ഏതുതരം ടെക്നോളജിയും, AI മാത്രമല്ല, ലോകത്തെ ഏതുതരം ടെക്നോളജിയും, അതിപ്പോൾ ഫോട്ടോഷോപ്പിനെ പോലും മനുഷ്യർക്ക് തെറ്റായി ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ തെറ്റായി ഉപയോഗിക്കാൻ പാടില്ല, റെസ്പോൺസിബിൾ ആവുക എന്നാണ് എനിക്ക് തോന്നുന്നു CPIM പറയാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം. അതായിരിക്കണം, അതായത് നയം അതായിരിക്കണം. ഏത് ടെക്നോളജിയും റെസ്പോൺസിബിളായി ഉപയോഗിക്കാൻ പറ്റണം. ഇപ്പം നമ്മൾ മെറ്റയോട് പോയിട്ട് മെറ്റയോട് അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ന്യൂഡ് ഫോട്ടോ വേണം, നിങ്ങളിപ്പോൾ മെറ്റയോട് സെർച്ച് ചെയ്ത് നോക്കും, മെറ്റ പറ്റില്ലെന്ന് പറയും. മെറ്റ മാത്രമല്ല, നിങ്ങളിപ്പോൾ ബിങ്ങിനോടോ അല്ലെ പിന്നെ ജെമിനിയോടോ ഇതിനോട് പോയി ചോദിച്ചാലും അവരുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് വിരുദ്ധമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഇത് ഞങ്ങളുടെ എത്തിക്കൽ കോഡിന് വിരുദ്ധമാണ്, ഇത് ഞങ്ങൾ ജനറേറ്റ് ചെയ്യില്ലെന്നാണ് അവർ പറയും. അപ്പോൾ അതുകൊണ്ട്
AI-യുടെ ഉപയോഗവും ഈ എല്ലാ കൈൻഡ് ഓഫ് ടെക്നോളജിയുടെ ഡീപ്പ് ഫേക്കിൻ്റെ സാധ്യതകളെ മനുഷ്യർക്ക് പോസിറ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയും എന്താ പറയുന്നത് ഗുണപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രയോജനപ്പെടുത്താൻ കഴിയണം. അതിന് കൂടുതൽ അക്കൗണ്ടബിൾ ആവണം. അതിന് എത്തിക്സ് കീപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ചട്ടങ്ങളും വ്യവസ്ഥകളും ഉണ്ടാവണം. അതിന് ഉത്തരവാദിത്വം ഉണ്ടാവണം. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്തും ഉണ്ടാക്കാം. സോഷ്യൽ മീഡിയയിൽ പോയാൽ ഈ പറയുന്ന ചലച്ചിത്ര രംഗത്തൊക്കെയുള്ള ആൾക്കാരുടെ വ്യാപകമായ തോതിലുള്ള ഡീപ്പ് ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കി വിടുന്നുണ്ട്. ആരാ ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല, എവിടെ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. അത് പ്രശ്നമാണ്. ആ സ്രോതസ്സ് അറിയാത്ത സാഹചര്യം പ്രശ്നമാണ്. ആരുണ്ടാക്കുന്നു എന്നുള്ള പ്രശ്നമാണ്. അപ്പം ഒരു നിലയ്ക്കുള്ള എത്തിക്കൽ കോഡും ഇല്ലാതെ ഒരു തരത്തിലുള്ള നിയമപരമായ പ്രശ്നങ്ങളില്ലാതെ ആളുകൾക്ക് എന്തും പടച്ചുവിടാൻ കഴിയുന്ന ഒരു നിരുത്തരവാദ സാഹചര്യം ഒഴിവാകണമെന്ന് ഒഴിച്ചു നിർത്തിയാൽ ഇത്തരം നമുക്ക് എൻ്റർടൈൻമെൻറ്റിലൂടെ സാധ്യതയുള്ള വീഡിയോകളെ പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ നിരാകരിക്കണമെന്ന അഭിപ്രായം എനിക്കില്ല. എനിക്ക് തോന്നുന്നു CPM-ൻ്റെ പേജ് വന്ന കാര്യത്തിന് CPM റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. അജിംസ് നിഷാദ് ഇപ്പോൾ പറഞ്ഞതുപോലെ പോസിറ്റീവ് സൈഡ് ഒരുപാടുണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിലേക്ക് വന്ന നമുക്കറിയാം പിണറായി വിജയൻ്റെ തുടർഭരണത്തെക്കുറിച്ച് AK നായർ പറയുന്നൊരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കുറച്ച് കാലം കഴിഞ്ഞ ഒരു 1-2 തലമുറ കഴിഞ്ഞിട്ട് ഇങ്ങനെ അന്ന് നായനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ, കാരണം ഇത് അത്രയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം കൂടിയാവില്ലേ? ഈ CPM എന്ന് പറഞ്ഞ പാർട്ടിയെ സംബന്ധിച്ച് അവർ പാർട്ടി സമ്മേളനങ്ങളിൽ അന്താരാഷ്ട്ര വിഷയങ്ങൾ, ദേശീയ വിഷയങ്ങൾ, പ്രാദേശിക രാഷ്ട്രീയ വിഷയങ്ങൾ ഇതിലാണ് പ്രമേയം കൊണ്ടുവരിക. അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി CPM-നെ സംബന്ധിച്ച് എല്ലാ കാലത്തും അവനതിൻ്റെ രാഷ്ട്രീയമായി വിശദീകരിക്കുകയും അതിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ മുതലാളിത്തവുമായി ബന്ധപ്പെടുത്തും, അതിനെ വർഗ്ഗസമരവുമായി ബന്ധപ്പെടുത്തും, അധ്വാന വർഗവുമായി ബന്ധപ്പെടുത്തി അതിനെ വിശകലനം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ AI-യെക്കുറിച്ചുള്ള CPM കേന്ദ്ര കമ്മിറ്റിയുടെ കരട് സമകാലിക ഇന്ത്യയിൽ വളരെ പ്രസക്തമായ ഒന്നാണ്. പക്ഷേ ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും അക്കാര്യം ഇതുവരെ ചൂണ്ടിക്കാട്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, പുതിയ ടെക്നോളജി വരുമ്പോൾ, പുതിയ ടെക്നോളജിയുടെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, പുതിയ ടെക്നോളജിയുടെ ചൂഷണാത്മകമായ സ്വഭാവം കാണുമ്പോൾ സ്വാഭാവികമായും ഒരു ഭരണകൂടം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അതിനുവേണ്ട ഒരു ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കുകയും ചെയ്യും. ഇപ്പോൾ അമേരിക്കയിൽ പല സംസ്ഥാനങ്ങളും, കാലിഫോർണിയ ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളും ഈ ഡീപ് ഫേക്ക് വീഡിയോകൾക്കെതിരെയും ഡീപ് ഫേക്കിനെതിരെയും അതുപോലെ AI-യുടെ നിയന്ത്രണത്തെക്കുറിച്ചുമുള്ള നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ചില യൂറോപ്യൻ രാജ്യങ്ങളും അതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിഷാദ് നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഏറ്റവും കൂടുതൽ മിസ്ഇൻഫർമേഷൻസ് പ്രചരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യയിൽ ഇതെപ്പോഴേ വരേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളിലും ഇല്ലാത്ത കാര്യങ്ങളിൽ പോലും നിയമനിർമ്മാണം നടത്തുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാൽപ്പനികമായ കാര്യങ്ങൾ, സാങ്കല്പികമായ കാര്യങ്ങളിൽ പോലും നിയമനിർമ്മാണം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ. എന്നിട്ട് പോലും AI-യെക്കുറിച്ചൊരു ചിന്ത പാർലമെൻറ്റിൽ ഒരു സ്വകാര്യ ബില്ല് പോലും വരുന്നില്ല. ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല. എന്തുകൊണ്ടായിരിക്കുന്നു വെച്ചാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങനെ എടുക്കാൻ പറ്റുമെന്നാണ് അവരിപ്പോൾ ആലോചിക്കുന്നത്. നിയമം വരുന്നതിന് മുമ്പ് അതിന് എത്രമാത്രം അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റുമെന്നാണ്. ഇപ്പോൾ കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഉപയോഗിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ പ്രചാരണം നടത്തിയെന്നൊരു വലിയ വിവാദം ഉണ്ടായിരുന്നു. അത് പ്രചാരണം നടത്തിയത് BJP ആണ്. അത്തരം ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ഇതെങ്ങനെ ഒരു കോൺഗ്രസ് നേതാവ് സംസാരിക്കുന്ന പോലെ ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി പ്രചാരണം നടത്തിയിരുന്നു. അതന്ന് വലിയ വിവാദമായതാണ്. പക്ഷേ കഴിഞ്ഞ 2024 തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഡീപ്പ് ഫേക്ക് ചെയ്തതായിട്ട് കാണുന്നില്ല. പക്ഷേ മിസ്ഇൻഫർമേഷൻ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഡീപ്പ് ഫേക്ക് വീഡിയോ ഇപ്പോൾ ഉണ്ടാക്കുന്ന അപകടം, നാളെ ഉണ്ടാക്കാൻ പോകുന്ന അപകടം, അതിനെക്കുറിച്ചൊക്കെ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ അതിനെ തടയാം, എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതൊക്കെ ചർച്ചയുണ്ട്. അതുപോലെ തന്നെ പ്രസക്തമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചുള്ള ആശങ്കകൾ. AI-യുടെ ഉപജ്ഞാതാക്കൾ തന്നെ അതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം എന്താണ്, മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന, മനുഷ്യരെ പോലെ വൈകാരിക സ്റ്റിമുലേഷൻ ഉള്ള ഒരു സാങ്കേതികവിദ്യ, അതുണ്ടാക്കുന്ന അപകടം, അത് ഡിസിഷൻ എടുക്കുന്ന സാഹചര്യം, അതുപോലെ വലിയ സങ്കീർണമായ ടെക്നോളജിയിൽ AI ഓട്ടോമേറ്റഡായിട്ട് അവർ എടുക്കുന്ന ഡിസിഷൻസ്, അതൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കും തുടങ്ങി ഒരുപാട് കൺസേൺസ് അതേക്കുറിച്ച് ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇതേക്കുറിച്ച് ലോകം മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് CPM ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ AK നായനാരുടെ വീഡിയോ അങ്ങനെ ഉണ്ടാക്കി അത് ഡീപ്പ് ഫേക്ക് ആണെന്ന് ചോദിച്ചാൽ അതും ഡിബേറ്റബിളാണ്. അത് അവർ ആ വീഡിയോ കൊണ്ട് ആരെങ്കിലും എന്താ പറയുക മറ്റൊരാളായിട്ട് കാണിക്കുകയോ അല്ലെങ്കിൽ ഒരു ഒറിജിനൽ വീഡിയോ എടുത്ത് ശബ്ദം മാറ്റിയതോ, നിലവിലുണ്ടായിരുന്നൊരു വീഡിയോ എടുത്ത് ശബ്ദം മാറ്റിയതോ അല്ലെങ്കിൽ മറ്റൊരാളുടെ വീഡിയോ കൃത്രിമമായി നിർമ്മിച്ചതൊന്നുമല്ല. ഇത് പൂർണ്ണമായും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അതുപോലെ വോയിസ് ക്ലോൺ വഴി ചെയ്ത ഒരു വീഡിയോ ആണത്. അപ്പോൾ അതിന് വേണമെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സിന്തറ്റിക് വീഡിയോ എന്നൊക്കെ പറയാം എന്നല്ലാതെ ഒരു ഡീപ്പ് ഫേക്ക് സ്വഭാവം പൂർണ്ണമായിട്ടും അതിനില്ല. പക്ഷേ അതൊരു ഡീപ്പ് ഫേക്ക് സ്വഭാവമുള്ള വീഡിയോ ആയി മാറാനുള്ള സാധ്യതയുമുണ്ട്. അത് അമൃത ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ഈ വീഡിയോ പ്രചരിക്കുകയാണ്. 50 കൊല്ലം കഴിഞ്ഞ് പിണറായി വിജയൻ്റെ തുടർഭരണത്തെക്കുറിച്ച് AK നായനാർ പറയുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ അന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കാം. ഇത് ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഇതങ്ങനെ പ്രചരിക്കുമെന്നല്ല,
ഇതുപോലൊരു വീഡിയോ മറ്റ് പല കോണ്ടെക്സ്റ്റുകളിൽ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ചരിത്ര സത്യങ്ങൾക്കെതിരായ തെളിവുകളായി ചിലപ്പോൾ രൂപപ്പെടാം. അപ്പോൾ CPM അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ CPM ചെയ്ത് അവരുടെ പ്രചാരണത്തിന് വേണ്ടിയാണ്, സമ്മേളന പ്രചാരണത്തിന് വേണ്ടിയാണ്. അത് കാണുന്ന എല്ലാവർക്കും അറിയാം. നയനാർ ഒരിക്കലും പിണറായി വിജയൻ്റെ തുടർഭരണം പ്രസംഗിക്കാൻ സാധ്യതയില്ല എന്ന് ആളുകൾക്ക് മനസ്സിലാകും. പിന്നെ അതൊരു AI വീഡിയോ ആണെന്ന് ഒറ്റ നോട്ടത്തിൽ സാധാരണ മനുഷ്യർക്ക് AI വീഡിയോ ആയിട്ട് എക്സ്പോസ് ചെയ്തിട്ടുള്ള ആൾക്ക് അത് AI വീഡിയോ ആണെന്ന് മനസ്സിലാവുകയും ചെയ്യും. പക്ഷേ AI-യെക്കുറിച്ചൊരു കൺസേൺ ഉള്ളൊരു പാർട്ടി എന്ന നിലയിൽ അവരിത്തരം വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അതിന് നിയമപരമായോ ധാർമ്മികമായോ പ്രശ്നം ഞാൻ കാണുന്നില്ല. CPM ചെയ്തതിൽ ധാർമ്മികമായോ എന്തെങ്കിലും രാഷ്ട്രീയ ധാർമ്മികമായ പ്രശ്നമോ നിയമപരമായ പ്രശ്നമോ കാണുന്നില്ല. പക്ഷേ അതൊരു ഡിബേറ്റിന് ഇപ്പോൾ നയനാരുടെ വീഡിയോ അങ്ങനെ വന്നത് ഒരു ലാർജർ ഡിബേറ്റിന് വഴിവെച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കൂടുതൽ കാരണം ഇന്നിപ്പോൾ നയനാരുടെ ഒരു നാളെ മറ്റെന്തെങ്കിലും കൊണ്ടുവരും. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ സംസാരിക്കുന്ന തെളിവുകളായി പലപ്പോഴും ചരിത്ര സത്യങ്ങൾക്കെതിരെ ഹാജരാക്കും. അത് വലിയ വലിയ ലീഗൽ ബാറ്റിലേക്ക് വരെ പോകാവുന്ന കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കമാവാൻ ഈ നയനാരുടെ വീഡിയോ ഉതകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്ന് മാത്രമല്ല ഇത്രയും സങ്കീർണമായ ഒരു സാങ്കേതിക വിഷയം, ഒരു ശാസ്ത്ര സാങ്കേതിക വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നതിൽ തീർച്ചയായിട്ടും CPM കേന്ദ്ര കമ്മിറ്റി അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. വരുന്ന പാർട്ടി കോൺഗ്രസിലെ കരട് പ്രമേയത്തിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് അവർ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. തീർച്ചയായും ടെക്നോളജി വളരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും കൂടിയുണ്ട്. അതുകൂടി പരിശോധിക്കേണ്ടത് തന്നെയാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്.